വിപുലമായ പരിപാടികളോടെ നടത്താൻ പ്രചരണ പരിപാടികളുമായി ഇറങ്ങുന്ന ഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവர்கள் കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി വിഷയം വിശദമായി സംസാരിക്കുകയും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇരുന്ന് രമ്യമായി പരിഹരിക്കണമെന്ന് പറയുകയും തുടർന്ന് കഴിഞ്ഞ ആഴ്ച അവർ ചർച്ച ചെയ്ത് ഇങ്ങനൊരു സിറ്റിംഗ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഘട്ടം ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കൂടെ പി കെ കുഞ്ഞാലിഫ് സാഹിബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ 5 പേരും പാണക്കാട് വെച്ച് ഇന്ന് വിശദമായി ചർച്ച ചെയ്തു കാര്യങ്ങൾ. ഏകദേശം 1 മണിക്കൂറിലേറെ ചർച്ച നീണ്ടു. കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ബോധ്യപ്പെടുകയും പലതും ധാരണപ്പെശുകളാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നി. ഇതിൻ്റെ നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാവാത്തത് കൊണ്ട് വലിയ പ്രയാസവും സങ്കടവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നേർക്കുനേരെ ഈ കാര്യങ്ങൾക്ക് വിശദമായി ബോധ്യപ്പെടുത്തി തങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചപ്പോൾ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ആ നിലയിൽ ഞങ്ങൾ സസന്തോഷം ഇന്ന് പിരിഞ്ഞു. തുടർന്ന് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങൾ പരിഹരിക്കലായിരുന്നു ഇന്നത്തെ സിറ്റിങ്ങിൻ്റെ ലക്ഷ്യം. തുടർന്ന് ബാക്കി വൈകാതെ തൊട്ടടുത്ത ദിവസം തന്നെ കൂടുതൽ സംഘടനാപരമായ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിനായി ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചകൾ നടക്കും. ഒരു നല്ല ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളെ വിളിച്ചു, ഇങ്ങനെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളൊരു ചർച്ച നടക്കുന്ന തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ന സമയത്ത് എത്തണം എന്ന് പറഞ്ഞു. ഞങ്ങളെത്തി, തങ്ങളുമെത്തി. അപ്പോൾ അവിടെ കുഞ്ഞാൽ സാഹിബുണ്ട്. വിശദമായി വേറെ ആരുമില്ല അവിടെ. ഇന്ന് അവിചാരിതമായ ദിവസമായതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തങ്ങൾ വീട്ടിൽ വെച്ചായിരുന്നു. എങ്ങനെ? ഇല്ല, നമ്മളെ കൂട്ടത്തിലുള്ള മറുവിഭാഗമല്ല ഉദ്ദേശിച്ച്. അത് അത്തരം സംഘടനാപരമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അത്തരം ചർച്ചകൾ തുടർന്ന് നടത്താൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആര്? അതെ, ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. അല്ല, അന്ന് ചർച്ച നടന്നിട്ടില്ലല്ലോ. അന്ന് ഒരു വിഭാഗം മാത്രം വന്നു, മറുവിഭാഗം വന്നില്ല, അങ്ങനെയല്ല ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടല്ല ഇന്നത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസം ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഈ ഗ്യാപ്പിന് കാരണമെന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞങ്ങളതിൻ്റെ സത്യസ്ഥിതി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ തീർച്ചയായും ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ് തങ്ങൾ മുൻകൈ എടുത്താണ് കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ വളരെ ക്ലിയറായി കാര്യങ്ങൾ തങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇതൊക്കെ പലതും ധാരണപ്പശകളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങൾക്കും സന്തോഷമായി. ഞങ്ങൾ ആ കാര്യങ്ങൾ നിജസ്ഥിതി ബോധ്യപ്പെടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രയാസം ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു ഈ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ. പണ്ഡിതന്മാരായാൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ പെരുമാറണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്താണോ അത് നമ്മൾ മനസ്സിലങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. കാരണം അവിടെ പണ്ഡിതന്മാർക്ക് ബിരുദം നൽകുന്ന പിന്നെ സമ്മേളനമാണ്. അതിൽ പുറത്തു വരുന്ന പണ്ഡിതന്മാർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അവർക്കുള്ളൊരു ഉപദേശമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഈ സാഹചര്യം കൊണ്ട് അങ്ങനെ ഓരോ ആൾക്കാർക്ക് പറ്റിയാണ് തോന്നുന്നത്.